ഇന്ന് ശകലം കൊഞ്ച് മേടിച്ചു. എന്നിട്ട് കൊഞ്ച് കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. കൊഞ്ചെല്ലാം വൃത്തിയാക്കി കൊച്ചുള്ളി ചതച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം റെഡിയാക്കി വെച്ചു. അതുപോലെ തന്നെ നല്ല എരിവുള്ള ഉണ്ടമുളകുണ്ട്. ചട്ടിയടപ്പത്ത് വെച്ചു. തീ നല്ലപോലെ കത്തുന്നില്ലായിരുന്നു. പിന്നെ ഒരു കുഴലിൽ വെച്ച് നല്ലപോലെ ഊതി കൊടുത്തപ്പോൾ തീ നല്ല ഭംഗിയായിട്ട് കത്തി കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം നമ്മുടെ കൊച്ചുള്ളി വിട്ട് മൂപ്പിച്ചു. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് വേണ്ടതിന് ശേഷം അതിൽ പച്ചമുളക് ഇട്ടു. തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. തക്കാളി ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും പൊടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. ഇത് നല്ലപോലെ ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കാന്താരിയിട്ട് അരച്ച് വെച്ച ആ തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനൊപ്പം മിക്സർ ജാറ് കഴുകി വെള്ളം കൂടി ഒഴിച്ചു. പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അതിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു പച്ചമാങ്ങയുടെ 2 പീസ് ഇട്ടു. പിന്നെ എരിയുള്ള നമ്മുടെ ഉണ്ടമുളക് ഇട്ടു. 2 കാന്താരി മുളക് ഇട്ടു. കറിവേപ്പില ഇട്ടു. ഇതെല്ലാം ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് നല്ലതുപോലെ വേവിക്കുക. നല്ല രുചികരമായ ചെമ്മീൻ കറി അഥവാ കൊഞ്ച് കറി റെഡിയായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ചും ആ ഉണ്ടമുളകിൻ്റെ മണം അത് മുൻപന്തി നിൽക്കുക കേട്ടോ. നല്ല മണമുണ്ട്. പിന്നെ ഇന്ന് മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു അച്ചാറിടാനായിട്ട്. ആ മാങ്ങയിലേക്ക് ഉണ്ടമുളകും കാന്താരിമുളകും കല്ലുപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഞെവിടി മിക്സ് ചെയ്തു. അതിനുശേഷം ഒരു ചട്ടിയിൽ നല്ലെണ്ണ ഒഴിച്ചു. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, കായപ്പൊടി ഇട്ടു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മാങ്ങ അതിലേക്ക് തട്ടി നല്ല രുചികരമായ അച്ചാർ റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇന്ന് അച്ഛന് ഊണിന് ചോറും അതുപോലെ തന്നെ കൊഞ്ച് കറിയും ഇന്നലത്തെ തീയലും അതുപോലെ തന്നെ മാങ്ങ ഉപ്പിലിട്ടത്. അല്ല ആർസെല്ലാം തെറ്റിക്കുക. ഇവിടെ 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 കൊച്ചേട്ടാ അപ്പാ കൊച്ചേട്ടൻ വാ. അടിപൊളി കൊഞ്ച് കറിയൊക്കെയാണെന്ന് ആർസയ്ക്ക് വേണ്ടിയിട്ട് കൊഞ്ച് വൈദി. ഓക്കെ കൊള്ളാം. കഴിച്ചു തുടങ്ങിയിട്ടില്ല. കഴിക്കാതെ പറയുന്ന കൊള്ളാം. കഴിച്ചാട്ടെ. അത് തീയല്, ഇത് കൊഞ്ച്, ഇത് ആവി വറക്കുന്ന കൊഞ്ചു കറിയെ. കൊഞ്ചു കറി പായതേ ഉള്ളൂ. ഇന്ന് രാവിലെ കടലോട്ട് പോയപ്പോൾ കണ്ട് നമ്മുടെ വീട്ടിക്ക് പോലെ കടലോരോ സ്റ്റാളിന്ന് കടലോരോ അതിപ്പോൾ കൊഞ്ചിരിക്കുന്നു. തോനെ മേടിച്ചില്ല. 100 രൂപയുള്ള കൊഞ്ച് മേടിച്ചു. 100 രൂപയ്ക്കുള്ള കൊഞ്ച് മേടിച്ചു. പിന്നെ 50 രൂപയുടെ മാങ്ങ മേടിച്ചു. മാങ്ങ കൊഞ്ച് കറിക്കകത്തിട്ട് ബാക്കി മാങ്ങ അച്ചാറിട്ടു. ആ മാങ്ങ അച്ചാറാണ് ഇത്. മാങ്ങ അച്ചാർ നല്ല അടിപൊളി മാങ്ങ അച്ചാറിട്ട് ആ മാങ്ങയ്ക്കകത്ത് നല്ല ഉണ്ടമുളകും കാന്താരിയൊക്കെ ഇട്ട് അത് തന്നെ കായപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടു. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. കൊഞ്ച് കൊഞ്ച് എല്ലായിടത്തും കഴിക്കാട്ടോ. രുചിയുണ്ടോ? ആ കൊഞ്ചെല്ലാം എടുത്ത് കഴിക്കുക. അച്ഛൻ ഒരു സൈഡിൽ നിന്ന് കഴിച്ചു വരുന്നത്. കൊഞ്ചൊക്കെ എടുത്ത് കഴിക്കണം. അത് കളയല്ലത്. അവിടെ എടുത്തു. അവിടുത്തെ മാങ്ങയും കൂടെ എടുക്കച്ചോ. ഈ മാങ്ങയും കൂടെ കഴിക്കുക. ഉറക്കം വരും.
അതിൻ്റെ ഈ താറിൻ്റെ അതിൻ്റെ ലാക്സും അവിടെ ഉണ്ട്. നമുക്ക് നാവിഷറിൻ്റെ എന്തുവാ നാവിഷറിൻ്റെ ലാക്ഷണോ? അതെ, അതെന്തു വച്ചാ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അത് നല്ല ഇല്ലി പെട്ടെന്ന്, നല്ല ഇല്ലി പെട്ടെന്ന്. അതെ. അങ്ങനെ അച്ഛൻ്റെ ഉച്ചഭക്ഷണം ചോറും തീയിലും കൊഞ്ചുകറിയും മാങ്ങ ഉപ്പിലിട്ടതും. മാങ്ങയോട് എടുക്കുക. അത് തന്നെ. ആ മാങ്ങയോട് കഴിച്ചു നോക്ക്, നല്ല രുചിയുള്ള. ഏത് ഈ ടാക്കോ? ഈ ടാക്കുമൊന്നുമല്ല, രണ്ടും കൂടെ വെള്ളം വരുന്നുണ്ട്. എരിയുണ്ട് കേട്ടോ. വലിയ എരിയില്ല, ചെറുതായിട്ട് എരിയുണ്ട്. നല്ല ഉണ്ടമുളകും കാന്താരി എല്ലാം ഇട്ടയാ കൊഞ്ചുകറി. കഴിക്കാത്തടുത്ത് മാങ്ങയ്ക്ക് ആർസയിൽ കടി കൊള്ളുന്നില്ല. അവിടെ വെച്ച് കൊഞ്ചെല്ലാം എടുത്ത് കഴിക്കണേ കേട്ടോ. ഓക്കെ 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 ഓക്കെ. പക്ഷെ ഇതും കൂടെ ഇട്ട് വരവ് അതിനകത്തോട്ട് ചില മോരുമുളകും കൂടെ, കുരുമുളക് ഇട്ട് അടിപൊളി, നല്ല ടേസ്റ്റ്, ഏരിയൊക്കെ ഉള്ള. അങ്ങനെ ആസക്കുട്ടൻ കഴിക്കുന്നു. എന്ത് അത്രയും നേരം ഉണ്ടേ ഇല്ല. എന്തോ ഇല്ല, ഇല്ല 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 ഇല്ല. രണ്ടും കൂടെ വെള്ളം വരുന്ന അത് ഈരത്തിലാണ്. സത്യം പറഞ്ഞാൽ കൊഞ്ച് വൃത്തിയാക്കാൻ എന്തോ ഒരു പാടാണെന്നറിയോ. സത്യം, പണ്ട് അമ്മയൊക്കെ ഉള്ള സമയത്ത് ഈ കൊഞ്ചൊക്കെ മേടിച്ചുകൊണ്ടിരുമ്പോൾ അമ്മയൊക്കെ വഴക്കുറയായിരുന്നു. എന്തിനാണ് മേടിച്ചുകൊണ്ട് വരുന്നതൊക്കെ. അപ്പം നമുക്കറിയാം, നമ്മൾ പറയും എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണം എന്ന് പറയുന്നവർക്ക് ദേഷ്യപ്പെടുമായിരുന്നു അന്ന് അമ്മയുടെ അടുത്തൊക്കെ. ഈ കൊഞ്ച് അപ്പം മനസ്സിൽ നമുക്ക് അവർക്ക് അത് പൊളിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും പാവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഇല്ല വെച്ചാ ഇല്ലേ? പണ്ടൊക്കെ കൊഞ്ച് ഞാൻ എവിടുന്നേലൊക്കെ മേടിച്ചുകൊണ്ടിരുമ്പോൾ അമ്മ വഴക്കുറവല്ല, അവർ കൊണ്ടുവന്നേക്കുക എൻ്റെ ഇടയ്ക്കൂടെ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ടത് വൃത്തിയാക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് എൻ്റെ മനസ്സിലാവുന്നത്. ഭയങ്കര പാടല്ലേ. എന്തായാലും ഇന്നത് വൃത്തിയാക്കി കൊഞ്ച് കറി അങ്ങനെ വെച്ചു. ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ വീണ്ടും ചോദിക്കാറുണ്ട്, അമ്മയില്ലേ, അമ്മ മരിച്ചുപോയി 3 വർഷമായി ഇപ്പോൾ. അതുകൂടെ എടുത്ത് കഴിക്കച്ചാ. ഇതെടുക്ക്. നീ കറി വേണോ? കുറച്ചുകൂടെ കറി വേണേ? കൊണ്ടുതരട്ടെ കൊഞ്ച്? വേണ്ടേ? ശകലം. കാരണം വലിയ ചെറുപ്പ് അങ്ങനെയാണ്. കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ ചീയരിക്കും, ഒരുപാട് ചേരവും പിന്നെ ചേരവും അത് എല്ലാം കൂടെ ചേർത്താ എഴുന്ന് ചെയ്യുന്നതാണ്. നമ്മൾ 3 ദിവസം അതിൻ്റെ കഴിക്കും, ഇതെല്ലാം ഉണ്ടാകും. എന്തു പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ല. ആർസി അങ്ങനെ മൊത്തം കഴിച്ചു. ആർസി കരഞ്ഞല്ലോ. ആർസി കഴിച്ച് കരഞ്ഞല്ലോ, കണ്ണിൽ കൂടെ വെള്ളം വരുന്നത്. എരിയുണ്ടാ? എരിയുണ്ടാ? കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അതറിഞ്ഞാൽ മതി നമുക്ക്. നീ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം കേട്ടോ, കുറച്ചു നേരം കേട്ടോ. ചുമ്മാ ഇവിടെ വന്നിരിക്കരുത്. അച്ഛനെ കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് ഒരു 3 മണിയൊക്കെ കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ പിന്നെ പാടാ. എണീറ്റ് വീണ്ടും വന്നിരിക്കും. എന്നിട്ട് വെളുപ്പാങ്ക അടുത്ത് 4 മണിയാകുമ്പോൾ എണീക്കും, പാട്ട് കൊടുക്കും. സാധകം നീ അച്ഛൻ രാവിലെ ഇല്ലേ അച്ഛാ? ഓക്കെ, അച്ഛൻ്റെ ചാപ്പാട് കഴി. ഓക്കെ അച്ഛാ,
ഓക്കെ ഒന്നും വേണ്ട എന്തോ ഒന്നുമില്ല ഓക്കെ കയ്യെ കഴുകിട്ട് വാ ഒന്നുമില്ല അടക്കണേ അടുത്ത ഓ ഓ അടക്ക ഓ ഓക്കെ ഓക്കെ വാ വീട്ടിൽ പശുവിന്റെ ഏണ് അത് ഭയങ്കര ശല്യമായിരുന്നു ശല്യമായിരുന്നോ പശു ഓ ഓ ഓ ഓ ഓ ഓ അത് ഇത് മേലി അതിനകത്ത് ചോറും ഇതും എല്ലാം വെട്ടിയാണ് വെച്ച് ചോറും എല്ലാം ഇട്ട് ഇതെല്ലാം വെച്ച് ചീനി എല്ലാം കൂടെ വെച്ച് യോ 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 ഇല്ല അതല്ല പേടിച്ചല്ല അതല്ല പേടിച്ച് ചീനി വെച്ചിട്ട് ഞാൻ അവരെ വീട്ടിലേക്ക് ഇവിടുത്തെ എവിടാ അത് പടിഞ്ഞാറോ അവിടുത്തെ തന്നെ പശുവിനോ അതെ തന്നെ അവിടുത്തെ തന്നെ അത് അവിടെ തന്നെ അവിടെ പശു ഉണ്ടായിരുന്നോ അവരുടെ അതെ അവരുടെ സ്വന്തം ഇതായിട്ടുള്ള ഓ അങ്ങനെയുണ്ട് പഴയ കാര്യങ്ങളൊക്കെ പറയോ പശുവിന് അച്ഛാ ഈ പിള്ളച്ചേട്ടൻ ഏതാ പിള്ളച്ചേട്ടൻ പിള്ളച്ചേട്ടൻ എന്ന് പറയത്തില്ല എപ്പോഴും പിള്ളച്ചേട്ടൻ ഏതാ പിള്ളച്ചേട്ടൻ അവിടെ ഒന്നും ഇല്ല ഇനി വാ ഇനി വാ അപ്പൊ പനയത്തുള്ളതാണ് പിള്ളച്ചേട്ടൻ അച്ഛൻ എപ്പോഴും ഇങ്ങനെ പറയും പിള്ളച്ചേട്ടൻ എന്നെ വിളിക്കും പിള്ളച്ചേട്ടാ എങ്കിൽ പിള്ളച്ചേട്ടൻ കുറച്ചു പോയി കിടക്ക് കേട്ടോ ഓക്കെ ഓക്കെ പിള്ളേരുടെ കട്ടിലേ പോയി കിടക്കെല്ലാം കഴിവാനെ കിട്ടേക്കുമല്ല ഓക്കെ പിള്ളച്ചേട്ടാ ഓക്കെ ഓക്കെ ഓക്കെ